ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടി ഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലെ യൂണിഫോം ചേഞ്ച് ആവുകയാണ് കേട്ടോ. എൻ്റെ യൂണിഫോം ചേഞ്ച് ആവുകയാണ്. അപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ കോട്ടിൻ്റെ കളറ് വരുന്നത് ഒരു ക്രീം കളറ് കോട്ടും പിന്നെ ഒരു വൈറ്റ് ഷർട്ടുമാണ് വരുന്നത്. മുമ്പത്തെ നമ്മളെ ഡ്യൂട്ടിയുടെ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും. മുമ്പത്തെ നമ്മളെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും പൗഡർ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഷർട്ടും ഉള്ള ആ ഒരു കോമ്പോയിലായിരുന്നു നമ്മളെ യൂണിഫോം വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെ കളർ ഫുള്ള് മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ പുതിയ നമ്മളെ കോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ഇതാ ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയാം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു ഡേ കുത്തിരുന്നെടുത്ത അങ്ങനത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ കുറേ ദിവസങ്ങളിലായിട്ട് എടുത്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നതിനാണെങ്കിലും പിന്നെ വീഡിയോ എടുക്കുന്നതിനാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും ഒക്കെ പ്രൈവസിയും പിന്നെ നമ്മളെ ഡ്യൂട്ടീനെയൊക്കെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ ഡ്യൂട്ടി അല്ലാത്ത സമയങ്ങളിൽ എടുത്തിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതന്നെ എൻ്റെ ഡ്യൂട്ടിയിലെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം നമുക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ക്ലിപ്സ് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എടുത്തിട്ടുള്ള അങ്ങനെ പേഷ്യൻസ് ഒന്നും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് പോർഷൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം അത് ഞാൻ ആദ്യമേ പറയാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പല ദിവസങ്ങളിൽ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമുക്ക് ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ പോലെ. ചില ദിവസങ്ങളിൽ രാവിലെ നല്ല തിരക്കുണ്ടാവും, ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നല്ല തിരക്കായിരിക്കും, ചില ദിവസങ്ങളിൽ തീരെ തിരക്കുണ്ടാവില്ല. അങ്ങനെയായിരിക്കും ഓരോ പോലെയാണ് ഓരോ ദിവസത്തെയും സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഡ്യൂട്ടി അല്ലാത്ത സമയത്ത് ഡ്യൂട്ടി തുടങ്ങുന്നതിനും അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷവും എടുത്തിട്ടുള്ള ക്ലിപ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറി നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കാണിക്കാൻ വരുന്ന ഒരു അമ്മ എന്നെ കണ്ടപ്പോൾ ഓടി വന്നിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഒട്ടും വയ്യാത്തൊരു അമ്മയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരും. അപ്പോൾ നമ്മളായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. എപ്പോഴും കാഷ്വാലിറ്റിയിൽ വരുന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറുവാണ്. ഇനി നമ്മൾ നേരെ പഞ്ചിങ് ചെയ്ത് സൈൻ ചെയ്തിട്ട് നേരെ ഡ്യൂട്ടിയിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ പഞ്ചിങ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ആകെ 5 മിനിറ്റ് നേരത്തെയാണ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിസപ്ഷൻ്റെ ഏരിയയിലൊക്കെ കുറേ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വേഗം പഞ്ചിങ് ചെയ്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ബാഗൊക്കെ വെച്ചിട്ട് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പം കാഷ്വാലിറ്റിയിൽ അങ്ങനെ പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോഴേക്ക് തന്നെ എൻ്റെ ഡ്യൂട്ടീൻ്റെ സമയമായി. പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിലാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ നിങ്ങൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള വ്യൂ ആണ്. ഞാൻ മുമ്പ് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് റിവറാണ്. അപ്പം ഇത് ഇപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കലങ്ങി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് കലങ്ങാതെ നല്ല ക്ലീനായിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല, തെളിഞ്ഞ് നിൽക്കുന്ന ആ സമയത്തുള്ളൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴോ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ക്ലിപ്പ് അതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇ സി ജി അല്ല, മോണിറ്റർ ജസ്റ്റ് എൻ്റെ വിരലിൽ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അല്ലാതെ പേഷ്യൻറ്റിൻ്റെ അടുത്തൊന്നും പോയിട്ട് എടുത്തൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെ ഇത് അങ്ങനെ നമ്മൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. കാഷ്വാലിറ്റിയിൽ പേഷ്യൻ്റ് വരുന്നു, നമ്മളെ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമുക്ക് അറിയാമല്ലോ ഹോസ്പിറ്റലായതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പരിമിതിയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുന്നവർക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതാ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് ക്യാൻറ്റീനിൽ നിന്നാണ്. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് 2 തരം കറിയും ഫിഷും ഉണ്ടാവും, വെജിറ്റബിളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വെജിറ്റബിളാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഒരു ഉപ്പേരി, പപ്പടം, അച്ചാറോ അല്ലെങ്കിൽ സാലഡ് എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ തെളിഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് തെളിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇത് വേറൊരു ദിവസം ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു റിവറിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ് കേട്ടോ. ഈ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. നമ്മളെ ഈ ഒരു സൈഡിലെ റൂംസിന് തന്നെ പേഷ്യൻസിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഈ ഒരു റിവർ സൈഡ് വ്യൂ ഉള്ള റിവറിൻ്റെ വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിമാൻഡ് ഉള്ളത് ആ റിവർ സൈഡ് റൂംസിനാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്, 6 മണി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഡ്യൂട്ടിയിൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പുട്ടിന് തേങ്ങയിടുന്ന പോലെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇനി ഇതാ ഹാൻഡ് വാഷ് ചെയ്ത് നമ്മൾ ഇനി വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നല്ല മഴയാണ് പുറത്ത്. അപ്പം ഞാൻ ഈ കുട നിവർത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മടിയുള്ള ആളാണ്. അപ്പം കുട നിവർത്താതെ കഴിച്ചിലാവോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയൊക്കെ മെല്ലെ കഴുകി അങ്ങനെ ഡിലേ ആക്കുകയാണ് കേട്ടോ, മഴ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് അവിടെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന ഏരിയയിൽ ചെറിയൊരു മണി പ്ലാന്റ് പോലത്തെ ചെറിയൊരു കുഞ്ഞു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മളിതാ കൈയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഇനി ഇതാ പഞ്ചിങ് ചെയ്ത് ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു എന്നല്ലാതെ മഴ തോരുന്ന ലക്ഷണമേ ഇല്ല കേട്ടോ. മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുട മടക്കി വെച്ചിട്ട് കാര്യമല്ല, ഉപയോഗിച്ചേ മതിയാവും എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ ലാസ്റ്റ് അങ്ങനെ തോൽവി ഏറ്റുവാങ്ങി ഞാനിതാ കുട നിവർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നെപ്പോലെ കുട നിവർത്തുന്നതിന് മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നാൽ എനിക്ക് ഭയങ്കര മടിയാണ് കുട നിവർത്താന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുട നനഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും വെക്കും, അത് മറന്നു പോകും. അതുകൊണ്ടാണ് മെയിനായിട്ട് കുട നിവർത്താനുള്ള മടി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ നനഞ്ഞ കുട ബാഗിൽ വെക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ കുട നിവർത്താൻ ഭയങ്കര ഇഷ്ടമില്ലാത്തത് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ മഴയും കൊണ്ട് അങ്ങനെ ബസ്സും വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞ് ഫുള്ള് പണിയായിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ഷൂ പൊളിയോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പേടി. ഈ മഴ സമയത്ത് എന്തിനാണ് ഇങ്ങനത്തെ ഷൂട്ട് ഇറങ്ങിയെന്നുള്ളത് നിങ്ങളാരും ചോദിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മഴ സമയത്ത് നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സാധാ ചെരുപ്പില്ലേ, അങ്ങനത്തെ ചെരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിന്ന് മഴ പെയ്യൂല എന്ന് വിചാരിച്ചിട്ട് ഈ ഷൂട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഒരു ഊഹമായിരുന്നു, പക്ഷേ അത് ഭയങ്കര അബദ്ധമായി പോയി. ഇന്ന് നന്നായിട്ട് മഴ പെയ്തു. അങ്ങനെ എന്തായാലും ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കേട്ടോ ബസ് സ്റ്റോപ്പിൽ. ചില ദിവസങ്ങളിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ സമയം ഉണ്ടാവില്ല, നല്ല തിരക്കായിരിക്കും. ചില സമയത്ത് വേറെ എവിടെയെങ്കിലും റൂട്ടിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ പിക്ക് ചെയ്യാൻ വരാറൊന്നുമില്ല കേട്ടോ. അപ്പം കൂടുതൽ എന്നെ പിക്ക് ചെയ്യാൻ വരാം. പിന്നെ ചില ദിവസങ്ങളിൽ വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും നമ്മളെ എന്താ പറയുക റുട്ടീൻ എന്ന് പറഞ്ഞ ഓരോ രീതിയിലാണ്. ഓരോ ദിവസത്തെ സ്റ്റോറിയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഹോസ്പിറ്റലിന് ഓരോ ദിവസവും ഓരോ സ്വഭാവമാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ലൈഫിലും ഓരോ ദിവസവും ഓരോ രീതികളാണല്ലോ ഉണ്ടാവുക. അങ്ങനെ എന്തൊക്കെ ആയാലും ഞാനിതാ ബസ്സിൽ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കേണ്ട കൂടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഏതായാലും മഴയൊക്കെ കൊണ്ടുവന്നല്ലേ, അപ്പം ഞാനും ഇക്കയും കൂടി വിചാരിച്ചു ഒരു കോഫി കുടിച്ചിട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ചാ എന്ന് പറയുന്ന ഷോപ്പിൽ കയറിയിട്ടുണ്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാളും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ കോഫി കൂടിയൊന്നും ഡെയിലി പതിവൊന്നുമുള്ള സംഭവമല്ല കേട്ടോ. അതൊക്കെ എപ്പോഴെങ്കിലും ചിലപ്പോൾ 2 വീക്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ അങ്ങനെ കുടിക്കലുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ഓരോ പോലെയാണ്. അപ്പം ഞാൻ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും ഇക്കയും കൂടെ അതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോയിൽ ആരും ചോദിക്കരുത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നല്ലേ, വീട്ടിലെത്തിയപ്പോഴേക്ക് എങ്ങനെ നല്ല വെയിലുള്ള പോലെ ഉള്ള അവസ്ഥ വന്നു എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള വീഡിയോ ആണ്. കുറേ ദിവസങ്ങളത് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരേ യൂണിഫോമും ഒരേ ഷൂവും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ ദിവസമായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ പുറകിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കുറേ ദിവസങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ ഞാനിതാ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളിതാ ബാഗും നമ്മളെ നനഞ്ഞ കുടയും പിന്നെ അതിൻ്റെ അകത്തുള്ള വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയെന്ന് പറയുന്നത് ഒരു ഓട്ടപ്രദക്ഷിണാണ് കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ മാക്സിമം സ്ലോ ആക്കിയിട്ട് വീഡിയോയിൽ കാണിക്കാം. കാരണം നമുക്ക് ഇനി 8 മണിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 7:15 ആയിട്ടുണ്ടാവും. ഈ 7:15 മുതൽ 8 മണിൻ്റെ ഇടയിലുള്ള 3/4 മണിക്കൂർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ബാഗ്
എടുത്തു വെച്ചതിന് ശേഷം വേഗം ചെയ്യുന്നത് ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇക്കൊക്കെ കുറേ റിപ്പോർട്ട്സൊക്കെ ഫോണിൽ സെൻഡ് ചെയ്യാനുണ്ടാവും അവർ ഓഫീസിലേക്ക്. അപ്പോൾ ഇക്ക വേഗം ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കാനുള്ള ടൈം ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക വേഗം വന്നിട്ട് ബെഡിലിരിക്കും. അപ്പോഴേക്ക് തട്ടി വിരിച്ചില്ലെങ്കിൽ പിന്നെ ആ ബെഡ് എനിക്ക് ക്ലാസ് കഴിഞ്ഞാലേ തട്ടി വിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയും സമയം ഇങ്ങനെ ബെഡ് ഇങ്ങനെ നീറ്റ് അല്ലാതിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ബെഡ് വിരിച്ചിട്ടത് കേട്ടോ. അങ്ങനെ ആ ബെഡൊക്കെ വിരിച്ചിട്ട് ഫോൺ വേഗം ചാർജിലിട്ടിട്ടുണ്ട്. കാരണം ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് കുറച്ച് ചാർജ് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ നേരം അടച്ചിട്ടതല്ലേ റൂം. അപ്പോൾ ഞാനിതാ ഡോറും ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഫാനും ഇട്ടിട്ട് വേഗം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഫ്രഷായി വന്നിട്ട് നമുക്ക് കുറച്ച് ചില്ലറ പരിപാടികളും കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ ഓൺ ആക്കുമൊന്നുമില്ല കേട്ടോ. ഒന്നുകിൽ രാത്രി കിടക്കുമ്പോൾ 10 മണിക്ക് ശേഷം, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയൊക്കെയാണ് വാഷിംഗ് മെഷീൻ ഓണാക്കുക. പക്ഷേ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതൊരു ചടങ്ങാണ്. അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ട് നേരെ തിരിച്ചതാ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഇനി നമുക്ക് നമ്മൾ അയലിൽ നിന്ന് കുറച്ച് ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം റോൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പം ക്ലാസ്സിൽ മാം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പം അത് ഒരു 5 മിനിറ്റ് കൂടി നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം അലക്കിയതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ഒരു 7:50 ആ ഒരു സമയമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 8:05 വരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേഗം കിട്ടിയ സമയം കൊണ്ട് വേഗം അലക്കിയതൊക്കെ മടക്കി വേഗം അലമാരയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:30 9:45 ഒക്കെ ആവട്ടോ ക്ലാസ് കഴിയാൻ. അപ്പോൾ ചില ദിവസങ്ങളിൽ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഹോം വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കാര്യങ്ങളൊന്നും പിന്നെ നടക്കില്ല. 10 മണിക്ക് ശേഷം പിന്നെ ഈ അലക്കിയത് മടക്കി വെക്കലൊന്നും നടക്കില്ല. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ തിരക്ക് പിടിച്ചതൊക്കെ ചെയ്യണത്. അങ്ങനെ ഞാൻ വേഗം അലക്കിയതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതൊക്കെ ഒന്ന് ഷെൽഫിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഞാൻ സ്പീഡിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും സ്ലോ ആക്കിയിട്ടൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഡെയിലി നടക്കുന്ന കുറച്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ക്ലാസ്സിലിരിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസത്തെയും വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ ദിവസവും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് വീഡിയോ ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം, എങ്ങനത്തെ വീഡിയോ ആണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ എനിക്ക് പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത്. ഇനി നമുക്കിതിനിടയിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതാണ് ഇത്രയും ലേറ്റായി. ചില ദിവസങ്ങളിൽ 1:30 ആവും. അപ്പോൾ ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു.